ഈ വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. എല്ലാവർക്കും അറിയാം, ഈ ഇടയ്ക്ക് സൗദി ക്രൗൺ പ്രിൻസ് MBS മുഹമ്മദ് ബിൻ സൽമാൻ അമേരിക്ക വിസിറ്റ് ചെയ്തു. അവിടെ വെച്ചിട്ട് ഏതാണ്ട് $600 ബില്യൺ $600 ബില്യൺ ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പ്രോമിസൊക്കെ നൽകിക്കൊണ്ടാണ് അങ്ങോട്ട് കയറി പോയത്. പക്ഷെ അവിടെ നിന്ന് വൈറ്റ് ഹൗസിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് ട്രംപിൻ്റെ തൊട്ടടുത്ത് പ്രസ് മീറ്റൊക്കെ നടത്തുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ വെച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് ട്രംപ് ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് 1 ട്രില്യൺ ആയിട്ട് ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ തീർച്ചയായിട്ടും MBS സമ്മതിക്കുന്നുണ്ട് അവിടെ വെച്ചിട്ട്. അത് ഞാൻ കൺഫേം ചെയ്ത് പറയാമെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, അബ്രഹാം അക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് നീക്കണം, അതേപോലെ അബ്രഹാം അക്കോർഡിൽ സൈൻ ചെയ്യണമെന്നും ട്രംപ് പറയുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മാത്രമാണ് MBS പറയുന്നത്, അബ്രഹാം അക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, പക്ഷേ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, 2 സ്റ്റേറ്റ് തിയറി, ആ സൊല്യൂഷൻ ഉണ്ടാക്കണം. എന്താണ്? ഇസ്രായേൽ പാലസ്തീൻ എന്ന് പറഞ്ഞാൽ പാലസ്തീനിയൻ സ്റ്റേറ്റ് വേണം, അതുണ്ടെങ്കിൽ മാത്രമേ അബ്രഹാം അക്കോർഡുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളതാണ് സൗദിയുടെ നിലപാട്. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ. അപ്പം 1 ട്രില്യൺ ഡിപ്ലോമസി, ഇതിനെ അങ്ങനെ കാണുന്നതായിരിക്കും നല്ലത്. 1 ട്രില്യൺ ഡിപ്ലോമസി. അപ്പം ഇതിനകത്ത് നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സൗദി ക്രൗൺ പ്രിൻസ് MBS ഭയങ്കര എനർജറ്റിക് ആണ്, പവർഫുൾ ആണ്. പുള്ളി 2017 ഈ ഒരു പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഏത് അവസ്ഥയിലാണ് വന്നത്, എങ്ങനെയാണ് സൗദി ക്രൗൺ പ്രിൻസ് അവിടുത്തെ കംപ്ലീറ്റ് കറപ്ഷനൊക്കെ ക്ലിയർ ഔട്ട് ചെയ്തുകൊണ്ട്, എത്ര പേരെ ജയിലിൽ അടച്ചുകൊണ്ട്, എത്ര പേരെ വധിച്ചുകൊണ്ട്, പല രീതിയിലുള്ള നിയമങ്ങളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടും പഴയ നിയമങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടും ഒരു റിഫോർമേഷൻ എന്നുള്ള നിലയിൽ പുള്ളിക്കാരൻ വന്ന് കസേരയിൽ ഇരിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത്ര എനർജറ്റിക് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ആ ഒരു പ്രൗഡ് മൊമെന്റ് ഇച്ചിരി ഡൗൺ ആകുന്നത്, ജമാൽ ഖഷോഗി എന്ന് പറഞ്ഞ ആ ഒരു വാഷിങ്ടൺ പോസ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മാധ്യമ പ്രവർത്തകന്റെ കേസോട് കൂടിയാണ് പുള്ളിക്ക് ഇച്ചിരി മങ്ങലേൽക്കുന്നത്. പുള്ളിക്ക് ആഗോളതരത്തിൽ ഒരു ഗ്ലോബൽ ഇൻഫ്ലുവൻസിൽ ചെറിയ വീഴ്ച പറ്റുന്നത്. അതിനെ തുടർന്ന് പുള്ളിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന ഡൊണാൾഡ് ട്രംപ് അവിടുത്തെ പൊസിഷനിൽ നിന്നും സ്റ്റെപ്പ് ഡൗൺ ആകുന്നത്. കാരണം ഇലക്ഷനിൽ തോറ്റു, അതാണ് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ജോ ബൈഡന്റെ ഭരണകൂടത്തിൽ അത്രമാത്രം ഒരു വെൽക്കം കിട്ടിയില്ല. ജോ ബൈഡൻ ഭരണകൂടം എപ്പോഴും ഇയാളെ ഒരു കൊലപാതകി എന്നുള്ള നിലയിൽ തന്നെയാണ് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. എല്ലാ സാഹചര്യങ്ങളിലും ആ ഒരു വാർത്ത എപ്പോഴും ലൈം ലൈറ്റിൽ തന്നെ നിർത്തിയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനിൽ, വൈറ്റ് ഹൗസിന്റെ അഡ്മിനിസ്ട്രേഷനിൽ MBSന് വല്ലാത്ത രീതിയിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ 2017 വരുന്നത്. ട്രംപ് നെക്സ്റ്റ് 3 ഇയേഴ്സിൽ ട്രംപ് അവിടെ നിന്ന് മാറുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന 4 വർഷം വീണ്ടും പുള്ളിക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ബ്ലോക്കേഡ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ബ്ലോക്കേഡിനെയാണ് ഇപ്പം പണം കൊണ്ട് മറികടക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. പണം കൊണ്ട് മറികടക്കാൻ പറ്റുന്ന തീരുമാനത്തിൽ ഉണ്ടായ ഐഡിയയാണ് 1 ട്രില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ $1 ട്രില്യൺ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ $1 ട്രില്യൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയിൽ നിന്ന് 1 ട്രില്യൺ അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, സൗദി അറേബ്യയിൽ എന്ത് സംഭവിക്കും? ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സൗദി അറേബ്യയിൽ ഇപ്പം തന്നെ ഈ 1 ട്രില്യൺ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് കണ്ടെത്താൻ പോകുന്ന ഫണ്ടിൽ എത്ര ശതമാനമാണ് സ്റ്റേറ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ഇതുവരെ ക്ലാരിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല. നമ്പർ 1. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള കോൺട്രാക്റ്റുകൾ, എഗ്രിമെന്റുകൾ, 1 ട്രില്യൺ അല്ല, ഏതാണ്ട് 2 ട്രില്യണോളം വരുന്ന എഗ്രിമെന്റുകളാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അമേരിക്കയുടെ അടുത്ത് നീ 500 ബില്യൺ ഇൻവെസ്റ്റ്മെന്റിന് പോയി കഴിഞ്ഞാൽ 1 ട്രില്യൺ ആക്കുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ 1 ട്രില്യൺ ആണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നെങ്കിൽ അവർ 2 ട്രില്യൻ്റെ കച്ചവടം ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യും. അതായത് അവർ ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങൾ F-35 വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് അനുബന്ധ സാധനങ്ങളുണ്ടല്ലോ, അതൊന്നും ആദ്യമേ തന്നെ ഈ ബഡ്ജറ്റിൽ പ്രപ്പോസ് ചെയ്യുന്നില്ല. നമ്മൾ പ്രാഥമികമായിട്ട് എഗ്രിമെന്റിൽ കോട്ട് ചെയ്തിരിക്കുന്ന F-35 ആയിരിക്കും വാങ്ങിക്കുന്നത്. അതിനോടനുബന്ധിച്ച് അതിൻ്റെ പല സപ്പോർട്ടിംഗ് സാമഗ്രികൾ വാങ്ങിക്കേണ്ടതുണ്ട്. അപ്പം അതൊക്കെ എക്സ്ട്രാ ബഡ്ജറ്റാണ്. അപ്പം അതേപോലെ 2 ട്രില്യൻ്റെ പ്രോജക്റ്റുകളാണ് സൗദി അറേബ്യയ്ക്ക് അമേരിക്ക ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അതായത് സൗദി ക്രൗൺ പ്രിൻസിൻ്റെ അമേരിക്കൻ പര്യടനത്തിനെ തുടർന്ന് അമേരിക്കയിൽ നിന്നും സൗദി അറേബ്യയ്ക്ക് പ്രപ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്ന പല വിധത്തിലുള്ള പ്രോജക്റ്റുകൾ, അത് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ഞാൻ എണ്ണി പറയാം. ഇതിനകത്ത് 2 നേതാക്കളെ നമ്മൾ കൃത്യമായിട്ട് സൂക്ഷ്മതയോടുകൂടി പരിശോധിക്കണം. ഒന്ന് ട്രംപ്, റിയൽ എസ്റ്റേറ്റ് ജൈന്റ് എന്ന് വേണമെങ്കിൽ പറയാം. റിയൽ എസ്റ്റേറ്റിൽ എങ്ങനെ പൈസ ഉണ്ടാക്കണം, എങ്ങനെ ഡീൽ ക്ലോസ് ചെയ്യണം എന്ന് മാത്രം കരുതിയിരുന്ന ഒരാളാണ് അമേരിക്കയുടെ തലപ്പത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് സൗദി അറേബ്യയിൽ നിന്നും എങ്ങനെ 1 ട്രില്യൺ വാങ്ങിച്ചെടുക്കാം എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ കൃത്യമായിട്ടുള്ള കണ്ണിങ് മൈൻഡ് സെറ്റ്. അതേപോലത്തെ കണ്ണിങ് മൈൻഡ് സെറ്റ് ഉള്ള ഇപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയാണ് സൗദി അറേബ്യയിലെ ക്രൗൺ പ്രിൻസ് MBS. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരു റിയൽ എസ്റ്റേറ്റ് ജൈൻറ്റും ഒരു പണച്ചാക്ക് എന്ന് പറഞ്ഞാൽ എണ്ണപ്പണം കൊണ്ട് നല്ല രീതിയിൽ മെഴുമെഴുത്തിരിക്കുന്ന സൗദി അറേബ്യ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരു ജിയോ പൊളിറ്റിക് ഗെയിം ഇവിടെ കളിക്കുന്നുണ്ട്. ആ കളി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്ത്യയുടെ ഗ്രോത്ത് എങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത് അതേ മാതൃകയിലാണ് സൗദി അറേബ്യയുടെ ഗ്രോത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം
ഇതിനകത്ത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഏതൊക്കെ മേഖലകൾ, ഇന്ത്യ ഏതൊക്കെ മേഖലകളിലാണ് പ്ലാൻ ചെയ്യുന്നത് അതേ മേഖലകളാണ് സൗദി അറേബ്യ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുമായിട്ട് $100 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്തിരുന്നു സൗദി ക്രൗൺ പ്രിൻസ്. അതിൽ ഒരു അടി പോലും മുന്നോട്ട് പോയിട്ടില്ല. ജസ്റ്റ് വാഗ്ദാനത്തോടു കൂടി അത് തീരുന്നു. അതിലുപരിയായിട്ട് ഫർദർ ആയിട്ട് അതിൻ്റെ ഡെവലപ്മെന്റ്സ് ഒന്നും നടന്നിട്ടില്ല. അത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G20 ഇന്ത്യയിൽ വെച്ച് നടന്ന സമയത്ത് ഒരു 3 ദിവസം കൂടി എക്സ്ട്രാ MBS ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 3 ദിവസത്തിലാണ് ഇന്ത്യ വിസിറ്റ് പുള്ളിക്കാരൻ പൂർത്തിയാക്കിയത്, ഒഫീഷ്യൽ സ്റ്റേറ്റ് വിസിറ്റ്. ആ സമയത്താണ് $100 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യക്ക് പ്രോമിസ് ചെയ്തത്. അത് പ്രത്യേകിച്ച് അഗ്രികൾച്ചർ മേഖലയിലൊക്കെ വളരെ നിർണായകമായിട്ടുള്ള ചില പദ്ധതികളൊക്കെ അതിനകത്ത് ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നീക്കവും നടന്നിട്ടില്ല. അത് അവിടെ സ്ട്രക്കായി നിൽക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ ഏതാണ്ട് ഈക്വലി പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ മേഖലകൾ ഏകദേശം ഓൾമോസ്റ്റ് ഈക്വലാണ്. അതുകൊണ്ടാണ് ഇതിലേക്ക് കൂടുതൽ താല്പര്യം പിന്നീട് സൗദി അറേബ്യ കാണിക്കാത്തതായിട്ടുള്ള വാർത്തകൾ ഉണ്ട്. അങ്ങനത്തെ ചില സ്റ്റഡീസ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഈ രണ്ട് ജൈന്റുകൾ, അതായത് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിനെ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന രണ്ട് നേതാക്കൾ, ഒരാൾ ട്രംപ്, മറ്റത് MBS. പക്ഷേ ഇവിടെ രണ്ടുപേർക്കും ഒരു വ്യത്യാസമുണ്ട്. ട്രംപ് ഒരു 4 വർഷം കഴിഞ്ഞ് ഇറങ്ങിപ്പോവും, പക്ഷേ MBS അവിടെ തന്നെ ഉണ്ടാവും. ഇവിടെയാണ് തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കം MBS നടത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. MBSന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അമേരിക്കയുമായിട്ട് ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് ബോണ്ടിങ്ങിൽ പോകാനാണോ താല്പര്യപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും MBS അത്രമാത്രം ഒരു സ്ട്രോങ് ബോണ്ടിങ് കാണിക്കുന്നില്ല. പക്ഷേ കുറച്ച് പവർ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതേപോലെ റിയാദ് വളരെ ക്ലോസ് ആയിട്ടുള്ള അലൈ കീപ്പ് ചെയ്യുന്നുണ്ട് റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും. അപ്പം ഈ ഒരു 3 ശക്തികളുമായിട്ട് വളരെ കീ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. അതേ സൗദി അറേബ്യയെ അങ്ങനെ ആക്കി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് MBS. അതേപോലെ തന്നെ ബ്രിക്സിന്റെ ഉള്ളിൽ പോയി ജോയിൻ ചെയ്യാതിരിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ പലതവണയായിട്ട് ബ്രിക്സിൽ ജോയിൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും, പലതവണ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിലും ഇതുവരെ ബ്രിക്സിൽ ജോയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് തന്നെയാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിൾ. എന്തുകൊണ്ടാണ് ഈ 3 രാജ്യങ്ങളുമായിട്ട്, അമേരിക്ക, റഷ്യ, ചൈന, ഈ 3 രാജ്യങ്ങളുമായിട്ടും കൃത്യമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് നമുക്ക് ബ്രിക്സിനെ കൃത്യമായി ഫിൽട്ടർ ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്നാൽ ഷാങ്ഹായ് കോർപ്പറേഷനിൽ ഒബ്സർവേഷൻ കമ്മിറ്റിയിൽ സൗദി അറേബ്യ ഉണ്ട്. അതായത് ഒരു കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള നിലയിൽ ആ ഒരു ഓപ്ഷൻ സൗദി അറേബ്യ കീപ്പ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ ചൈനയുമായിട്ടുള്ള ഡീപ്പ് റിലേഷൻഷിപ്പിന്റെ ഭാഗമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ ഇസ്രായേലുമായിട്ട് അബ്രഹാം അക്കോർഡ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ബാലൻസിങ് റിലേഷൻഷിപ്പ് ഇസ്രായേലുമായിട്ടും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമേരിക്ക ആണെങ്കിൽ ഈ ഒറ്റ വിസിറ്റിൽ സൗദി ക്രൗൺ പ്രിൻസിന്റെ MBSന്റെ ഒറ്റ വിസിറ്റിൽ തന്നെ ട്രംപ് പറഞ്ഞു, എന്താണ് പറഞ്ഞത്, 1 ട്രില്യൺ എന്ന് കേട്ടപാടെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറാണ്. എന്താണ്, നോൺ നാറ്റോ അലൈ എന്നാണ് വിളിച്ചത്. നോൺ നാറ്റോ അലൈ, നാറ്റോ ഇതര രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യം അമേരിക്കയുമായിട്ട് വളരെ സ്ട്രോങ് ഹോൾഡിങ്ങിനുള്ള ഒരു പാർട്ട്ണർഷിപ്പ് കൊണ്ടുപോകുന്ന രാജ്യമായിട്ട് ഉയർത്തിയിരിക്കുകയാണ് അന്തസ്ത് സൗദി അറേബ്യയുടെ. അങ്ങനെയാണ് പറഞ്ഞു വെച്ചത്. അതിനെ തുടർന്നാണ് F-35ന്റെ ഓർഡറും 300 ടാങ്കുകളുടെ ഓർഡറൊക്കെ ട്രംപ് പ്രഖ്യാപിക്കുന്നത്. MBS ആണെങ്കിൽ സൗദി അറേബ്യയെ ഓയിൽ റിച്ച് എക്കോണമിയിൽ നിന്നും നോൺ ഓയിൽ റിച്ച് എക്കോണമി ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. കാരണം പുള്ളിക്കാരന് ഒരു ദീർഘവീക്ഷണമുണ്ട്. ഓയിൽ, ഈ ഫോസിൽ ഫ്യൂവൽ കുറേ വർഷങ്ങൾക്കൊന്നും ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ലോകത്തിനൊരു മാറ്റം ആവശ്യമുണ്ട്. ആ മാറ്റം ശരിക്കും പറഞ്ഞാൽ റിന്യൂവബിൾ എനർജി, ഗ്രീൻ എനർജി എന്നുള്ള മേഖലയാണ് കൂടുതൽ ഫോക്കസ് ആവാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ അറിവുള്ള വ്യക്തിയാണ് സൗദി ക്രൗൺ പ്രിൻസ് MBS. അപ്പോൾ അതിലേക്കാണ് പുള്ളി നടന്ന് നീങ്ങുന്നത്. പക്ഷെ അതിനോടനുബന്ധിച്ച് പുള്ളിയുടെ ബഡ്ജറ്റൊക്കെ സൗദി അറേബ്യയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് ഏതാണ്ട് 25% ധനക്കമ്മി ഉണ്ട്. കഴിഞ്ഞ വർഷങ്ങളെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ ഒരു 25% ധനക്കമ്മി ഉണ്ട് എന്നുള്ളതാണ് മൊത്തത്തിലുള്ള റിപ്പോർട്ട്. കാരണം അവർ ഓയിൽ ഡിപ്പെൻഡന്റ് എക്കോണമിയിൽ നിന്നും നോൺ ഓയിൽ ഡിപ്പെൻഡ് എക്കോണമി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ചേഞ്ചസ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ ധനക്കമ്മി വരുന്നത്. ഈ ധനക്കമ്മി എന്ന് പറഞ്ഞുകൊണ്ട് സൗദി അറേബ്യയിൽ പൈസ ഇല്ലെന്ന് വിചാരിക്കേണ്ട. സൗദി അറേബ്യയിൽ പൈസയൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ബഡ്ജറ്റിലുണ്ടായ ആ ഒരു ഏറ്റക്കുറച്ചിലാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്. വിഷൻ 2030 എന്ന് പറഞ്ഞിട്ട് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് കളക്ട് ചെയ്യാനാണ് സൗദി അറേബ്യയിലെ ക്രൗൺ പ്രിൻസ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ക്രൗഡ് ഫണ്ടിങ് ആണ്. ഈ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് PIF, ഇതിൽ നിന്നാണ് 1 ട്രില്യൺ അമേരിക്കയിലോട്ട് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സൗദി അറേബ്യ എന്ന് പറഞ്ഞ സ്റ്റേറ്റിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് സൗദി അറേബ്യയ്ക്ക് ഗുണം ചെയ്യുമോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഗുണം ചെയ്യുമോ എന്നുള്ളൊരു തർക്കം സൗദി അറേബ്യയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പൈപ്പ് ലൈൻ, ഈ ക്യാഷ് ഫ്ലോയ്ക്കുള്ള പൈപ്പ് ലൈൻ ഇച്ചിരി ടൈറ്റ് ആണ്. അതാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ പ്രോമിസ് ചെയ്ത 1 ട്രില്യൺ ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാലയളവിൽ അമേരിക്കയുടെ ഉള്ളിലേക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് പുഷ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ഇപ്പം സൗദി അറേബ്യ ഓപ്പൺ ഫോർ ഇൻവെസ്റ്റ്മെന്റ്. അപ്പം കൃത്യമായിട്ട്
മറ്റുള്ളവരുടെ പൈസ വാങ്ങി സൗദി അറേബ്യയുടെ പേരിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനാണ് ഇതിൽ തീരുമാനം. ഇതിനകത്ത് ഈ നിയോം എന്ന് പറഞ്ഞ പ്രോജക്റ്റൊക്കെ കുറച്ച് ബാക്ക്ലാഷ് ആയിട്ടുണ്ട്. അത് പ്രൊപ്പോസ് ചെയ്തതുപോലെ അല്ലെങ്കിൽ അത് തുടക്കത്തിൽ പ്രഖ്യാപിച്ചിരുന്നത് പോലെ അത്ര വ്യാപ്തിയിൽ ആ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതൊരു പരാജയമാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് സൗദി ക്രൗൺ പ്രിൻസ് എയിം ചെയ്യുന്ന മേഖല എന്ന് പറഞ്ഞാൽ AI, ഗ്രീൻ എനർജി, ലോജിസ്റ്റിക്സ് ആൻഡ് IT ഈ മേഖലയൊക്കെ കൃത്യമായിട്ട് അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡേറ്റാ സെൻറ്റർ അതും അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മേജറായിട്ട് മിനറൽ മൈനിങ്, അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ റഷ്യയാണ് അമേരിക്കയുടെ യുറേനിയം, പ്ലൂട്ടോണിയം പോലത്തെ ആ ഒരു നീഡൊക്കെ ഫുൾഫിൽ ചെയ്യുന്നത്. ഏതാണ്ട് 30% യുറേനിയം റഷ്യയിൽ നിന്നും അമേരിക്ക ഇപ്പോഴും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ട്രംപ് ഇതിനകത്ത് ഒരു ബുദ്ധിമോശം കാണിച്ചിട്ടുണ്ട്. ഈ ബുദ്ധിമോശം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഇത് വേണമെങ്കിൽ MBSന്റെ ഒരു വിജയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് അമേരിക്കൻ വിസിറ്റ് കൊണ്ട് MBS നേടിയെന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് ജോ ബൈഡന്റെ ഭരണകൂടം ഭരിച്ചിരുന്ന സമയത്ത് എല്ലാ വിഷയങ്ങളെയും, അതായത് സൗദി അറേബ്യയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീലും, അവർക്ക് F-35 ആയിക്കോട്ടെ, ആയുധങ്ങളായിക്കോട്ടെ, മിലിറ്ററി സെക്യൂരിറ്റി ആയിക്കോട്ടെ, അവർക്ക് നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടുള്ള അമേരിക്കൻ ബേസ് ഇമാതിരിപ്പെട്ട വിഷയങ്ങളായിക്കോട്ടെ, അതേപോലെ തന്നെ ന്യൂക്ലിയർ പ്രോഗ്രാം, സിവിൽ ന്യൂക്ലിയർ പ്രോഗ്രാം, അതായത് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സിവിൽ ന്യൂക്ലിയർ പ്രോഗ്രാം, ഇതെല്ലാം തന്നെ ഒരുമിച്ച് ഒരു പാക്റ്റിലാണ് വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അബ്രഹാം അക്കോർഡ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഈ സാമഗ്രികളെല്ലാം നിനക്ക് തരാം എന്നുള്ളതായിരുന്നു ഇതിനു മുമ്പുള്ള ആ ഒരു കണ്ടീഷൻ. പക്ഷേ ഇപ്പോൾ ട്രംപ് എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഈ സിവിൽ ന്യൂക്ലിയർ പ്രോജക്റ്റ് ഉണ്ടല്ലോ, അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അബ്രഹാം അക്കോർഡിനെയും സിവിൽ ന്യൂക്ലിയറിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു വിഷയമുണ്ട്. അതായത് ഈ സിവിൽ ന്യൂക്ലിയർ എന്ന് പറയുമ്പോഴത്തേക്കും, അപ്പോൾ ഇതിനകത്ത് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്ലാന്റ് സാധ്യമാണോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇത് സൗദി അറേബ്യ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അവർക്ക് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്ലാന്റ് വേണം, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനൊരു പെർമിഷൻ, അപ്പോൾ അതിന് ശരിക്കും ഈ സിവിൽ ന്യൂക്ലിയർ പ്രോജക്റ്റിലൂടെ ഒരു ഓക്കെ വാങ്ങിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് ഓൾമോസ്റ്റ് ഓക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ സൗദി ക്രൗൺ പ്രിൻസിന്റെ ഈ 1 ട്രില്യൺ ഇൻവെസ്റ്റ്മെന്റിന്റെ പുറകിലിരിക്കുന്ന യഥാർത്ഥ ദൗത്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇപ്പോൾ വെച്ചാൽ എബ്രഹാം അക്കോർഡ് സൈൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇവർക്ക് സിവിൽ ന്യൂക്ലിയർ പ്രോജക്റ്റ് കിട്ടും. ഈ സിവിൽ ന്യൂക്ലിയർ പ്രോജക്റ്റ് കിട്ടുന്നതിലൂടെ അതിന് വേണ്ടിയിട്ടുള്ള എൻറിച്ച്മെന്റ് എങ്കിലും അവർ നടത്തണമല്ലോ. ഫോർ എക്സാമ്പിൾ, സൗദി അറേബ്യക്കുള്ളിലും യുറേനിയം ഉണ്ട്. അപ്പോൾ സൗദി അറേബ്യയിലും അവർക്ക് മൈനിങ് ചെയ്യാം. സൗദി അറേബ്യ അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രോമിസ് എന്ന് പറഞ്ഞാൽ, ഈ മിനറൽ മൈനിങ് നമുക്ക് സൗദി അറേബ്യയിൽ നടത്താം. എന്നിട്ട് ഇപ്പം നിങ്ങൾ 30% റഷ്യയിലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം റഷ്യ ആണെങ്കിൽ അമേരിക്കയുടെ എതിർചേരിയിൽ നിൽക്കുന്ന രാജ്യമാണ്. പക്ഷെ അതേസമയം സൗദി അറേബ്യ ഈ മിനറൽ മൈനിങ് ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 30% യുറേനിയത്തിന്റെ ആ ഒരു ഷോർട്ടേജ് ഞങ്ങൾ കവറപ്പ് ചെയ്യാം. അപ്പം നമുക്ക് എന്താണ് വേണ്ടത്? സൗദി അറേബ്യയിൽ എങ്ങനെയെങ്കിലും ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോജക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സൗദി ക്രൗൺ പ്രിൻസ് മെയിൻ ആയിട്ട് ശ്രമിക്കുന്നത്. അപ്പം ഇത് മനസ്സിലാക്കിക്കൊണ്ടോ മനസ്സിലാക്കാതെയോ നമുക്കറിയില്ല. പക്ഷേ ട്രംപ് അബ്രഹാം അക്കോർഡിനെയും ഈ സിവിൽ ന്യൂക്ലിയർ അഥവാ ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോജക്റ്റിനെയും സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇത് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഇതുണ്ടാക്കുന്നത്. കാരണം അപ്പുറത്ത് ഇറാൻ ഓൾറെഡി ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പുറത്ത് സൗദി അറേബ്യയും കൂടി ന്യൂക്ലിയർ പ്രോജക്റ്റിൽ ഇറങ്ങി അവരും എൻറിച്ച്മെന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ എൻറിച്ച്മെന്റ് ചെയ്യുന്ന സാധനം ഈ പവർ പ്രോജക്റ്റിന് വേണ്ടി തന്നെയാണെന്ന് എന്താണ് ഉറപ്പ്? ഇതേപോലെ എൻറിച്ച്മെന്റ് തുടങ്ങി ഇവർ ആണവായുധം നിർമ്മിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? അപ്പം ഇവിടെയാണ് ഇപ്പം അബ്രഹാം അക്കോർഡിന് യാതൊരു പ്രസക്തിയുമില്ലാത്ത അവസ്ഥയിൽ ആക്കി തീർക്കുകയാണ് ട്രംപ്. ഇത് ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഇത് പർപ്പസ്ഫുള്ളി ഇന്റൻഷനലി ചെയ്ത ഒരു കാര്യമോ ആവാം. അമേരിക്കയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അമേരിക്കയ്ക്ക് കുറച്ച് പൈസ ഇൻവെസ്റ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ട്രംപ് ചെയ്ത ഒരു വിട്ടുവീഴ്ചയായിട്ടാണ് ഇതിപ്പം കണക്കാക്കപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഇസ്രായേൽ ഡിസ്കസ് ചെയ്തിട്ട് തന്നെയായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പം നിലവിൽ സൗദി അറേബ്യയ്ക്ക് കിട്ടുന്ന ഉപദേശം എന്ന് പറഞ്ഞാൽ ട്രംപിന്റെ ഇവാഞ്ചലിക്കൽ യൂണിറ്റ് അതേപോലെ തന്നെ ജൂവിഷ് യൂണിറ്റ്, ഈ രണ്ടും വളരെ ശക്തമാണ്. അപ്പം ട്രംപിനെ സ്വാധീനിക്കുന്ന ഇപ്പോഴും ട്രംപിന്റെ പോളിസികൾ എന്ന് പറഞ്ഞാൽ നിലവിൽ ഇസ്രായേൽ ഓറിയന്റഡ് ആണ്, ജൂവിഷ് സപ്പോർട്ടീവാണ്, അതുപോലെ തന്നെ ഇവാഞ്ചലിക്കൽ സപ്പോർട്ടീവാണ്. അപ്പം ഈ മേഖലയിൽ ഇത്രമാത്രം വളരെ സ്ട്രോങ് ബോണ്ട് വെച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്ക സൗദി അറേബ്യയ്ക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് ഡെലിവറി ചെയ്യുമോ എന്നുള്ളൊരു ഡൗട്ട് ഇപ്പം സൗദി അറേബ്യയ്ക്ക് വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് സൗദി അറേബ്യക്കുള്ളിലും ചർച്ചകൾ നടക്കുന്നുണ്ട്, ഇല്ലാന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പം എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിൻ്റെ സ്ട്രോങ് ഹോൾഡ് എത്രമാത്രം അമേരിക്കയിലുണ്ടോ അത്രമാത്രം സൗദി അറേബ്യയുടെ ഒരു ആഗ്രഹം, ഈ മോഹം നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് പരമാവധി ഒരു 80% ആൾക്കാരും ഇതിനെ ഒപ്പോസ് ചെയ്ത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് അമേരിക്ക ഒരിക്കലും നമുക്ക് ഇങ്ങനെ തരില്ല. കാരണം അവർ ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും ജൂവിഷ് കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും അവർ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. സൗദി അറേബ്യയുടെ ഉള്ളിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഇത് തന്നെയാണ് അവരുടെ തീരുമാനം. പക്ഷേ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ,
ഇപ്പം ഇസ്രായേൽ അമേരിക്കയ്ക്ക് ഒരു ട്രസ്റ്റഡ് പാർട്ട്ണറാണ്. പക്ഷെ അതേസമയം സൗദി അറേബ്യ ഒരു ട്രസ്റ്റഡ് പാർട്ട്ണർ അല്ല. അവർക്ക് എപ്പോഴും ഈ ഒരു റിലീജിയസ് ബേസിസിൽ പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. അവർക്ക് മറ്റുള്ള അറബ് രാജ്യങ്ങളെ സംരക്ഷിക്കേണ്ടി വരും. അതിൻ്റെ കൂടി ഭാഗമാണ് ഈ 2 സ്റ്റേറ്റ് തിയറി എന്ന് പറഞ്ഞുകൊണ്ട് MBS പാലസ്തീനിയൻ സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിലപാടെടുക്കുന്നത്. ഇവിടെ ഒന്നുകൂടി ഒരു പോയിന്റ് കൂടി ശരിക്കും പറഞ്ഞാൽ F-35 ചോദിച്ചപ്പോഴത്തേക്കും ട്രംപ് പറഞ്ഞത് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ഓപ്ഷനേക്കാളും കുറഞ്ഞ ഓപ്ഷനായിരിക്കും സൗദി അറേബ്യക്ക് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തത്. ഇനിയിപ്പോൾ ഈ ന്യൂക്ലിയർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ഇഷ്യൂ വരികയാണ്. ഇപ്പോൾ ഇതൊക്കെ അപ്കമിങ്ങിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങളാണ് ഞാനിവിടെ വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം നിലവിൽ ഇങ്ങനെ ഒരു വിഷയം ലൈം ലൈറ്റിൽ ജിയോ പൊളിറ്റിക്കലി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതിലെല്ലാം ഉപരിയാണ് UAEക്കും സൗദി അറേബ്യയ്ക്കുമുള്ള പ്രശ്നം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം. അതെന്താണ് പ്രശ്നം, എന്താണ് വിഷയം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാതലായ വിഷയത്തിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പം ഈ വീഡിയോയിൽ പറഞ്ഞ ഈ വിഷയത്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.